ഹലോ, അസ്സലാമു അലൈക്കും. സഖാഫി ഉസ്താദ് അല്ലേ? അതെ. ഞാൻ ഉസ്താദ് വിളിക്കുന്നത് തച്ചണെന്നാണ്. തച്ചെണ്ണ. നമ്മള് ചൊവ്വാഴ്ച പരിപാടി പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഉസ്താദ് പരിപാടിക്ക് ഉണ്ടാവില്ലേ? പരിപാടിക്ക് ഞാൻ പറഞ്ഞ ഡിമാൻഡ് അംഗീകരിച്ചാൽ വരും എന്ന് പറഞ്ഞാൽ ഷെയർമാർക്കും വിവാദങ്ങളും ഞാൻ തൊടൂല. അത് ശരി. ഉസ്താദ് നമ്മളെന്താന്ന് അറിയാം ഉസ്താദേ, നമ്മള് ഇവിടെ എസ് കെക്കാര് പരിപാടി വെച്ചിരുന്നു. അവരെന്താ പിന്നെ എന്താ പൂലോട് അറിയുന്ന ഒരാളെ കൊണ്ടുവന്നാണ്ട് പരിപാടി വെച്ചിരുന്നു. അവര് മൊത്തത്തിൽ നമ്മളെ നല്ലോ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ വ്യാപകമായിട്ട് ഇവിടെ പ്രചരണം നടക്കുന്നുണ്ട്, ഉസ്താദ് പരിപാടിയിൽ പങ്കെടുക്കില്ല. അപ്പൊ ഉസ്താദ് പങ്കെടുക്കുക എന്നുള്ളത് നമ്മളെ പിന്നെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അതിന് ഞാൻ പങ്കെടുക്കാം. പക്ഷേ എന്നിൽ നിന്ന് നിങ്ങൾ എസ്ക്ക് മറുപടി ഒന്നും പ്രതീക്ഷിക്കരുത്. അത് അങ്ങനെ ഉസ്താദിന് നമ്മളിപ്പോ മുജാഹിദുകൾ ഇവിടെ പരിപാടി വെച്ചിട്ട് അതിനൊരു മറുപടി വെക്കല്ലല്ലോ ഉസ്താദ്. എന്നാ പിന്നെ വേണ്ട, ക്യാൻസലാക്കി കളി. അതല്ല അങ്ങനെ അല്ല അതീത് എനിക്കിൻ്റെതാ നിങ്ങളിപ്പോ നിങ്ങളുടെ നാട്ടിലത്തെ വിഷമ പറയണത്. എനിക്ക് ഇന്നിപ്പോ വിഷമത്ത് പൂരോട് പരിപാടി വെച്ചപ്പോ 2000 വിഷമാണ്. എനിക്ക് 4-5 കൊല്ലത്തെ വിഷമാണ്. അത് ശരി. ഇന്ത്യ സംഘടന ഞാൻ ആരോടാ പറയാ? അപ്പൊ അങ്ങനെ ഉസ്താദ് എന്താ തൊട്ടടുത്ത് വന്നിട്ട് ഇന്നെ വെല്ലുവിളിച്ചിട്ട് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല. എനിക്കറിയോ ഉസ്താദെ? കണ്ടോ, കന്നഡ വെച്ചിട്ട് 10 നാള് ഇയാൾ ഇപ്പൊ എവിടെയും ചോദിച്ചിക്കാണ്ട് വെല്ലുവിളിച്ചു. എല്ലാ പ്രവർത്തകർക്കും കൂടി ജില്ലാ കമ്മിറ്റിക്ക് ചെന്നു. അങ്ങനെ ചെന്നിട്ട് ജില്ലാ കമ്മിറ്റി സമ്മതം കൊടുത്തിട്ടില്ല പരിപാടിക്ക്. നേരെ അപ്പൊ അതുകൊണ്ട് എനിക്ക് ചില മറുപടി പറയാൻ ചില വിഷമങ്ങളുണ്ട്. ഏതായാലും ഉസ്താദ് പങ്കെടുക്കും. ഉസ്താദ് പിന്നെ വടക്കേരി ഉസ്താദ് ഉണ്ടാവും. അപ്പൊ വടക്കേരി ഉസ്താദ് പറഞ്ഞോളൂ, നിങ്ങൾ പങ്കെടുക്കുക എന്നുള്ളതെങ്കിലും നമ്മുടെ അത്യാവശ്യമാണ്. അത് ചെയ്തോളാം. എന്നൊക്കെ എന്നെ കൊണ്ട് നഷ്ടം ഉണ്ടാകാൻ പാടില്ല. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, കരുവാക്കാൻ പാടില്ല. ഞാൻ രക്തസാക്ഷി ആവരുത്. അവിടെ 2 ഡിമാൻഡ് ഞാൻ പറയുന്നത് അതാണ്. ഇത് ഭക്ഷണം മറ്റൊന്നും നിങ്ങൾ ഉണ്ടാക്കിയത് ഞാൻ നേരെ വരും. അതിനെക്കുറിച്ച് പറഞ്ഞ ആദ്യം ഉദ്ഘാടനം എനിക്ക് തരണം, ഇല്ലെങ്കിൽ ഞാൻ പോരും. എനിക്കത് വേറെ പരിപാടിക്കൂടെ എത്തേണ്ടതുകൊണ്ട് മാത്രമല്ല, ഞാൻ കാണാനില്ലാതിരുന്ന വർഷീസ്ഥാതൊന്നും പറയാതിരുന്ന് പിന്നെ എന്റെ കാലത്ത് ഞാനും പറയാതിരുന്നാൽ വർത്തമാന രേഷരാവും അതുണ്ടായിരുന്നു. മറിച്ച് ഞാൻ പറയാതെ പോന്നാ പിന്നെ വർഷീസ്ഥ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളും. പറയില്ലാന്ന് പറഞ്ഞാല് ഞാൻ നമ്മുടെ എക്സൈസിന്റെ ഇപ്പോഴത്തെ സംഗതിയൊക്കെ ഞാൻ പറയും. എസ്കെക്ക് മറുപടിയോ അല്ലെങ്കിൽ അങ്ങനത്തതോ ഒന്നും ചെയ്ത് മറ്റവർക്ക് കുത്തിയതൊന്നും ഞാൻ പറയില്ല എന്ന് പറയാം. പക്ഷേ എന്റെ വിഷമം കൊണ്ടാണ് കുത്തിക്കൊള്ളിങ്ങൾ, അതുകൊണ്ടാണ് മറന്നുണ്ടായിട്ടല്ല. ആയിക്കോട്ടെ.